ദുനിയാവിന്റെ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറകാത്തുൽ അർളി. നിങ്ങൾക്ക് അല്ലാഹു സുഭിക്ഷമായി ബർക്കത്ത് ചെയ്യുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു വാക്കാണ്. നമുക്ക് അല്ലാഹു കൂടുതൽ ബർക്കത്ത് ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. ബർക്കത്തുൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണമുണ്ട്, ഇഷ്ടം പോലെ ചാപ്പാടുണ്ട്, ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, അടിപൊളി വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. ബറക്കാത്താണ്, ഭൂമിയിലെ ബറക്കാത്താണ്. ഇതാണ് ഞാൻ ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളിൽ. അതിന്റെ മനോഹാരിതയിൽ, അതിന്റെ ആഹ്ലാദത്തിൽ, അതിന്റെ ഉന്നതിയിൽ, അത്യുന്നതയിൽ നമ്മൾ ആഹ്ലാദിച്ച് ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക ശരീഅത്ത് ഒരു ഭാഗത്ത് നിന്ന് തകർന്നു പോകുന്നു. അതിനെ പിടിച്ചു കെട്ടണമെന്ന് ഉലമാക്കൾ, ഉമറാക്കൾ ഈ ആഡംബര ജീവിതത്തിൽ കഴിയുന്ന സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ അവർ ഉറക്കത്തിലാണ്. അവർക്ക് എന്ത് ദുനിയാവ്? അവർക്ക് ജീവിക്കാനുള്ള വീടുണ്ട്, വണ്ടിയുണ്ട്, കച്ചവടമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. പിന്നെ അവർക്ക് എന്ത് പ്രശ്നം? എന്ത് വഖഫ്, എന്ത് സ്വത്ത്, എന്ത് കല്ലി വല്ലി? മരിച്ചാ കൊണ്ട് പള്ളിയിൽ അടക്കണം, യാ അല്ലാഹ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടയ്ക്കാൻ മതി, യാ അല്ലാഹ്, എനിക്ക് ജീവിക്കാനുള്ള സ്വത്ത് മുതലുണ്ട്. സഹറത്തു ദുനിയ, ഈ ദുനിയാവിന്റെ അലങ്കാരത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഇന്നി അഖ്വഫു മാ അഖാഫു അലൈക്കും, നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടോ? ഫലസ്തീന്റെ മക്കളെ കൊന്നൊടുക്കിക്കൊണ്ടേ ഇരിക്കുന്നു, നമുക്ക് ടെൻഷൻ ഉണ്ടോ? അറബി ലോകത്തിന് ടെൻഷൻ ഉണ്ടോ? ദിവസം തോറും നൂറുകണക്കിന് പിഞ്ചു മക്കളടക്കം, ഉമ്മമാരടക്കം, ഗർഭിണികളടക്കം, അവിടെ വീടില്ല, കൂടില്ല, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല. മുസ്ലിമാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. എത്ര രാജ്യം ഇസ്ലാമിന്റെ കൈകളിലുണ്ട്. സമ്പന്നതയുടെ മടിത്തട്ടില് ആഹ്ലാദിക്കുന്ന അറബി ലോകങ്ങളുണ്ട്. എന്നിട്ട് ആ ഫലസ്തീന്റെ മക്കൾ അരുത്, അരുത്, ക്രൂരത അരുത് എന്ന് പരസ്യമായി പറയാൻ ഇന്നും തയ്യാറാകാത്ത അറബി ലോകം, മുസ്ലിം സമുദായം. പിന്നെന്ത് വഖഫ് പറയൂ? പിന്നെന്ത് ശരീഅത്ത്? നമുക്ക് ആരാ ഈ ശരീഅത്തിനെ കുറിച്ച് പറയുന്നത്? ഇതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നതും ഇതിന്റെ വിഷമങ്ങൾ വരുന്നതും ഇതിന്റെ പ്രയാസങ്ങൾ വരുന്നതും ഉലമാക്കൾക്കാണ്. ഉത്തരേന്ത്യയിൽ പോയാലും ഇതിന്റെ പിന്നിൽ 60, 70, 80 വയസ്സുള്ള ഉലമാക്കളാണ് ഇറങ്ങി നടക്കുന്നത്. നടക്കാൻ പോലും കഴിയാത്ത പണ്ഡിതന്മാർ. അവർക്ക് പോലും അള്ളാഹുവിന്റെ ശരീഅത്ത് തകർക്കപ്പെടും ഒരു കാലഘട്ടത്തിൽ. അതിനെ ഭയന്നിട്ട് പണ്ഡിത സമൂഹം ഇറങ്ങുകയാണ് സമരമുഖത്തേക്ക്. പറയ്, എങ്ങനെ നന്നാവാൻ? ഈ ശരീഅത്തിന്റെ വിഷയവും വഖഫിന്റെ വിഷയവും ഇനി ഈ ശരീഅത്ത് തന്നെ വേണ്ട എന്നൊരു നിയമം കൊണ്ടുവന്നാലും നമ്മുടെ സമുദായം പറയും എന്റെ ഒന്നും ആവശ്യമില്ലടേ, നമുക്ക് നമ്മുടെ അനുസരിച്ച് വീട്ടിൽ സ്കെച്ചാ പോരെ. ഇപ്പൊ ഇനിയിപ്പോ ആവശ്യം ഇപ്പൊ മരിച്ച ഇപ്പം വീട്ടിൽ കൊണ്ട് കബറടക്കിയാലും മലക്കൾ വരും ചോദിക്കും. ഇപ്പൊ പള്ളി തന്നെ കൊണ്ട് നടക്കണം നിർബന്ധം എന്താ? ഈ നിസ്കാരം ഒന്ന് നിരോധിച്ച് കിട്ടിയാൽ മതി ഇവന്മാർക്ക്. എങ്ങനെയെങ്കിലും ഈ നിസ്കാരം ഒന്ന് നിരോധിച്ച് കിട്ടിയാ ഇനി പള്ളി പോകണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവോട് പറയാൻ പഠിച്ചവനെ, എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഗവൺമെന്റ് പറഞ്ഞു വേണ്ടെന്ന്, ഞാൻ എന്ത് ചെയ്യാം? അമ്മ അതിനുവേണ്ടി ദ്വാരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ നമ്മുടെ ശരീഅത്ത്, ഇതല്ലേ നമ്മുടെ വഖഫ് സമ്പ്രദായം. ആലോചിച്ച് നോക്കി, നമുക്കെന്ത് ഇതിനോട് ഉത്തരവാദിത്തം? നമ്മുടെ വീടിന് പ്രശ്നം വരുന്നു, ജപ്തിയായി. ആരെല്ലാം പോയി കാണും, എവിടെയെല്ലാം കാല് പിടിക്കും, എവിടെയെല്ലാം നമ്മൾ പോകും. കാരണം എന്താ? ഞാനും എന്റെ കുടുംബവും നടു റോഡിലാവും. പേടി. നിന്റെ വീടാണ് ഈ ഇസ്ലാം, നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ തറവാടാണ് ഈ ശരീഅത്ത്. ഇതിന് കോട്ടം വന്നാൽ ഞാനടക്കം കുറ്റക്കാരനാണ്. നീ ധരിക്കും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന്. നമ്മളടക്കം ഇതിന് കുറ്റക്കാരായി മാറും. ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചവൻ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. ഇതിനൊരു പോറൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് നമ്മളായിരിക്കും നാളെ ആഖിറത്തിൽ. നമ്മളെ മിണ്ടാടുന്നിട്ട് കാര്യമില്ല. അല്ലാഹ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല പടച്ചവനെ, ഞാൻ എന്ത് ചെയ്യാൻ? വലിയ അധികാരി വർഗങ്ങളാ ഉള്ളത്. അവര് വലിയ വെടിക്കോപ്പുകളും വലിയ ആയുധങ്ങളും ഒക്കെയായി നടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഒന്നും വേണ്ട. നിന്നെ കൊണ്ട് ഒരു ചെറിയ ഒരു ഒപ്പിട്ടൂടെ? ഇത് പാടില്ല. നാവ് കൊണ്ട് ഇവിടെ വെച്ച് പറഞ്ഞൂടെ ഇത് തെറ്റാണ്, ഞങ്ങൾ ഇതിന് സപ്പോർട്ടല്ല, ഞങ്ങൾ ഇതിന് അനുകൂലമല്ല? നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തോ പറയാലോ, പടച്ചവനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഇതേ ഉള്ളൂ, ഞാനത് ചെയ്തു എന്ന് പറയാലോ. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റുമല്ലോ. നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചു ആരെയും കൊണ്ട്. ഇതുകൊണ്ടല്ല ഓരോ പള്ളികളിലും ജുമാക്ക് വരുമ്പോ നിർബന്ധിച്ച് കാക്ക ഒപ്പിട്, കാക്ക ഒപ്പിട്, കാക്ക സ്കാൻ ചെയ്, കാക്ക സ്കാൻ ചെയ്.
ഇങ്ങനെ നിർബന്ധിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാനീ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ശരീഅത്ത് വേണ്ടെങ്കിൽ നമുക്ക് എന്തിനു ശരീഅത്ത്? അടി കിട്ടുമ്പോ ഒരുമിച്ച് കിട്ടാം, പോകുമ്പോ ഒരുമിച്ച് പോവാം. നിങ്ങൾക്ക് വേണ്ടാത്ത ശരീഅത്ത് വരും നമുക്ക് എന്തിനാണ്? ഈ മുസ്ലിം സമുദായത്തിന് ശരീഅത്ത് വേണ്ടെങ്കിൽ പിന്നെ എന്തിന്? ഒന്ന് ചിന്തിക്കും സുഹൃത്തുക്കളെ. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മുസ്ലിം സമുദായം രാപ്പകലില്ലാതെ പണിയെടുക്കും, നിസ്കാരം ഒഴിവാക്കും, റമദാന്റെ മാസത്തിലെ നോമ്പ് വേണമെങ്കിൽ ഒഴിവാക്കും, രാഷ്ട്രീയത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി, കേവലം ദുനിയാവിന്റെ ഒരു ചെറിയ ഒരു സുഖത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കസേരയ്ക്ക് വേണ്ടി, ഒരു മന്ത്രിയുടെ അടുത്തൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നിസ്കാരം ഒഴിവാക്കും, ജുമുഅ ഒഴിവാക്കും, വേണമെങ്കിൽ റമദാനിലെ നോമ്പ് ഒഴിവാക്കും. ദുനിയാവിലെ ഒരു ചെറിയ ഒരു കസേരയ്ക്ക് വേണ്ടി, അധികാരത്തിന്റെ ഒരു ചെറിയ അപ്പത്തിന്റെ ഒരു ചെറിയ കഷണത്തിന് വേണ്ടി, ശരീഅത്തിന് വേണ്ടി നമ്മൾ എന്ത് പാടുപെട്ടു. ഇവിടെ നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ചിറങ്ങണം. മുസ്ലിം സമുദായമേ ഒരുമിച്ചിറങ്ങണം. നമ്മുടെ ബാധ്യതയല്ല ഇത്, നമ്മുടെ ഹക്കല്ല ഇത്. നമ്മുടെ ശരീഅത്തിനല്ലേ കോട്ടം വരുന്നത്. നാളെ ഈ ശരീഅത്തിന് ഓരോന്നും അടർത്തിയിട്ട് ജുമുഅ വേണ്ട, ജമാഅത്ത് വേണ്ട, പള്ളിയിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഈ സമുദായം വായി മൂടിയിരിക്കത്തേ ഉള്ളൂ. ഇതെല്ലാം ഒരു ജിഹാദിന്റെ ഭാഗമാണ്. നമ്മൾ വിചാരിക്കും ഇറങ്ങിപ്പോയി ദഅവത്ത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ജിഹാദ്, അള്ളാന്റെ മാർഗ്ഗത്തിൽ ദഅവത്ത് മാത്രം. ഈ ദഅവത്ത് ചെയ്യാൻ നിലനിൽക്കണമെങ്കിൽ, ഈ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഈ ശരീഅത്ത് സംവിധാനം ഇവിടെ വേണം. ഈ ശരീഅത്ത് സംവിധാനം ഇല്ലെങ്കിൽ എങ്ങനെ ആര് പോയി ദഅവത്ത് ചെയ്യാൻ, ആർക്ക് പോയി ദഅവത്ത് ചെയ്യാൻ പറ്റും? ദാഇകളുടെയും ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ശരീഅത്താണിത്. ഈ ശരീഅത്തിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ചിന്തിക്കും മനുഷ്യ, നമ്മളിത് മനസ്സിലാക്കാത്തത്. മനസ്സിലാക്കിയേ പറ്റുള്ളൂ, ഇതിനു വേണ്ടി ഇറങ്ങിയേ പറ്റുള്ളൂ, ഇതിനുവേണ്ടി പരിശ്രമിച്ചേ പറ്റുകയുള്ളൂ. തലയെടുപ്പുള്ളവനും കയ്യൂക്കുള്ളവനും അധികാരത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധങ്ങളും പ്രതിബദ്ധതയും ഒക്കെ ഉള്ളവർ ഇതിനു വേണ്ടി രംഗത്തിറങ്ങി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്ത് ഈ ശരീഅത്തിനെ കാത്തു സൂക്ഷിക്കൽ ഒരു മുസ്ലിമായ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതിന്റെ പേരിൽ മരിച്ചാലും നമുക്ക് ഷഹീദിന്റെ കൂലിയാണ്, പേടിക്കണ്ട. അതിന്റെ പേര് മരിച്ചാലും ഷഹീദിന്റെ കൂലിയാണ്. അല്ല, നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ അവർക്കൊരു പ്രശ്നവുമില്ല. മൗനം സമ്മതം, എല്ലാ നിയമങ്ങളും ഇങ്ങനെ പാസ്സാക്കി വന്നുകൊണ്ടിരിക്കല്ലേ. എന്തെല്ലാം നിയമങ്ങൾ ഇപ്പൊ നമുക്കെതിരെ പാസ്സാക്കി, നമ്മൾ ഇതുവല്ല അറിയുന്നുണ്ടോ? വക്കീലന്മാരോട് ചോദിച്ചോ, അഡ്വക്കറ്റുമാരോട് ചോദിച്ചോ എന്തൊക്കെ നിയമം പാസ്സാക്കിയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിഞ്ഞു തന്ന ഒരു പരിശുദ്ധമായ മതമാണ് ഈ ശരീഅത്ത് ഇസ്ലാം. ഇതിൽ തന്നെ ജീവിച്ച് ഇതിൽ തന്നെ മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും ഇതിൽ തന്നെ ജീവിച്ച് ഇതിൽ തന്നെ മരിക്കണം. അതാണ്. അതുകൊണ്ടല്ല ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ പോലും ബോംബ് വെച്ചോ, തട്ടിക്കോ, കൊന്നോ, ഇസ്രായേലി ക്രൂരന്മാരുടെ മുന്നിൽ പോയി ബാങ്ക് വിളിക്കുന്നു, അവരുടെ മുന്നിൽ പോയി നിൽക്കുന്നു. ആ കുഞ്ഞുമക്കൾ, 5 വയസ്സുള്ള കുട്ടികൾ, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറുതെ കൊണ്ടുപോയി ഇടിക്കുന്നു, കൊല്ലുന്നു, കല്ല് വെച്ചെറിയുന്നു. അവരാൽ കഴിയുന്ന നിലയിൽ അവർ ചെയ്യുന്നു. എന്നാലും ഞാൻ ജൂതനാവാമെന്നൊരു വാക്ക് കുട്ടി പറയൂല, ഞാൻ നസ്രാണിയാവാന്നൊരു വാക്ക് പറയൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നീ കൊന്നോ ഞങ്ങളെ, ഞങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്നുള്ള പരിപൂർണമായ വിശ്വാസം ആ കുഞ്ഞു ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ സമുദായത്തിന്റെ കൽബിൽ ആ ഒരു ചിന്തയില്ലല്ലോ. നമ്മുടെ ശരീഅത്തല്ലേ, നമ്മുടെ ഔഖാഫിന്റെ, നമ്മുടെ വഖഫിന്റെ സ്വത്തുകളല്ലേ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഈ 3 കൂട്ടർക്കാ. നമുക്കറിയാലോ, ഒന്ന് റെയിൽവേക്ക്, 2 ഈ കരസേന, സായുധ സേനകൾക്ക്, 3ാമത് നമ്മുടെ ഈ വഖഫ് ബോർഡിനാണ്. കോടിക്കണക്കിന് സ്വത്താണ്, 1.5 ലക്ഷം കോടിയോളം സ്വത്തുകളുണ്ട്. ഇത് ആർക്ക് കൊടുക്കാനാണ്? നമുക്ക് തിന്നാനുള്ളതാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്, മുസ്ലിം സമുദായത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. വേണ്ടേ? ആര് പോയി ചോദിക്കുന്നു? അതിന്റെ കണക്കാര് ചോദിക്കുന്നു, അതിന്റെ അവകാശമാര് ചോദിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഓഡിറ്റോറിയം വെക്കാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മദ്രസകൾ വെക്കാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പെൻഷൻ കൊടുക്കാം. ഇതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കണം, പോകണം. പിന്നെ എന്തിനാണ് ഈ കോടാനുകോടി പൈസകളൊക്കെ നമ്മൾ കൊടുത്ത് വഖഫ് ബോർഡുകാർക്ക് ഇട്ട് കൊടുക്കുന്നത്? അവർക്ക് തിന്നാനാണോ? നമ്മൾ പോയി ചോദിക്കണ്ടേ? നമ്മുടെ ഹക്കല്ലേ, നമ്മുടെ അർഹതയല്ലേ ഇത്? ആര് ചോദിക്കുന്നു? ഏത് പള്ളിയിലെ കമ്മിറ്റി പോയി ചോദിക്കുന്നു? ഏത് പ്രസിഡന്റ് പോയി ചോദിക്കുന്നു? ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാർ അവിടെ പോയി ചോദിക്കണം, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്. അങ്ങനെ കുന്നുകൂടി കുമിഞ്ഞു കിടക്കാണ്. ഇത് മൊത്തം അവര് കൈക്കലാക്കാൻ പോവാണ്. നമ്മൾ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളി, നമുക്കിപ്പോ 6 അടി മണ്ണ് ഇവിടെ ഉണ്ടല്ലോ, ഒന്നുമില്ലെങ്കിലും മരിച്ചവന്റെ മണ്ടയ്ക്കാലും കൊണ്ടെങ്കിലും ഇടും, അത് മതി എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. നമ്മളൊരക്ഷരവും മിണ്ടുന്നില്ല. മരിക്കുന്നത് വരെ ഈ ശരീഅത്ത്, നമ്മൾ മരിച്ചാലും നമ്മുടെ സന്താന പരമ്പരകളെങ്കിലും ഈ ശരീഅത്തിൽ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളൊരു ഉത്തമ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കും സുഹൃത്തുക്കളെ. അതാണ് നമ്മുടെ ബാധ്യത. ഇതൊക്കെ ഒരു നാവ് കൊണ്ട് പറയുന്നതും ഒരു ജിഹാദാണ്, ഒരു കൈ കൊണ്ട് ഒപ്പിടുന്നതും ഒരു ജിഹാദാണ്.
ഇത് വേണ്ട എന്ന് പറയുന്നതും ഒരു ജിഹാദാണ്. ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണിത്. നമ്മളല്ല ഇതിന് തീരുമാനം എടുക്കേണ്ടത്, നമ്മളല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടത്, നമ്മളല്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്. 43,000 അംഗങ്ങളുള്ള നമ്മുടെ ജമാഅത്തിൽ നിന്ന് 43,000 ഒപ്പ് കിട്ടിയ തിരുവനന്തപുരം ജില്ല മണക്കാട് ജമാഅത്തിൽ നിന്ന് 43,000 പേരും ഇതിനെതിരെ ശബ്ദിച്ചിരിക്കുന്നു. എത്ര പേര് ഒപ്പിട്ടു? കണക്ക് വെച്ച് നോക്കുമ്പോ അറിയാം, 1,000-2,000 പേര് ഒപ്പിട്ട് കാണും. കൂടി പോയാ ഇന്നത്തെ കണക്കൂടെ നോക്കുമ്പോ അറിയാം എത്ര പേര് ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ സ്നേഹം എന്ന് പറയുന്നത് ശരീഅത്തിനോടുള്ള സ്നേഹം, നബിതങ്ങളോടുള്ള സ്നേഹമാണ്. നബിതങ്ങളോടുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. നമ്മൾ ഈ ശരീഅത്തിനെ സ്നേഹിക്കുന്നതും ഈ ശരീഅത്തിന്റെ നിലപാടനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും അള്ളാഹുവിനെ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അള്ളാഹുവിനെയും റസൂലിനെ നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ ഈ ശരീഅത്തിനോട് നമുക്ക് ലവലേശം ഇഷ്ടമുണ്ടാവില്ല. ഈ ശരീഅത്തിനോടുള്ള മഹബത്ത് അള്ളാഹയോടുള്ള മഹബത്താണ്. അള്ളാഹയോട് മഹബത്ത് ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളോട് മഹബത്ത് വേണം. റസൂലുള്ളാഹി തങ്ങളിലൂടെ അല്ലാതെ അള്ളാഹുലേക്ക് കയറാൻ പറ്റൂല. കാരണം അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരെയും 1,24,000-ൽ പരം അംബിയാ മുർസലീങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിങ്ങൾക്ക് ശേഷം വരുന്നത്. അദ്ദേഹം വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഹയാത്തോടു കൂടി പറ്റുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹ് എടുത്ത കരാറാണ്. ഈ ഹബീബായ തങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണം. ബാക്കിയുള്ളതെല്ലാം മൻസൂഖാണ്, എല്ലാം റിജക്ട്. നബിതങ്ങളുടെ ആ ഒരു ശരീഅത്ത് മാത്രം മുറുകെ പിടിക്കുക. അല്ലാഹ് അവർക്ക് കൊടുത്ത വാദയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്താണ് അല്ലാഹു നമുക്ക് ഇവിടെ തന്നത്. അത് മിന്നത്താണ്, അനുഗ്രഹമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ മിന്നത്ത്, അനുഗ്രഹമാണ് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്താണ് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ചെയ്ത റഹ്മത്താണ് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഖുദ്റത്താണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ വേദനിച്ചതുപോലെ, എന്നെ വേദനിപ്പിച്ചതുപോലെ ഒരു പ്രവാചകനെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ വേദനിപ്പിക്കപ്പെട്ടതല്ല, ശരീഅത്തിന്റെ പേരിലാണ് വേദനിപ്പിക്കപ്പെട്ടത്. ദീനിന്റെ പേരിൽ, ഈ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി, ഈ അണികളെ ഈ ദീനിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിക്കേണ്ടി വന്നു, എറികൊള്ളേണ്ടി വന്നു, അടികൊള്ളേണ്ടി വന്നു, തെറിവിളി കേൾക്കേണ്ടി വന്നു, പട്ടിണി കിടക്കേണ്ടി വന്നു, ഉപരോധം ഏർപ്പെടുത്തപ്പെടേണ്ടി വന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബം പോറ്റാനല്ല, ഫാത്തിമയെ രക്ഷിക്കാനല്ല. ഒട്ടിയ വയറുമായി, ഉണങ്ങിയ എല്ലുകളുമായി, എല്ലും തോലുമായി റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഫാത്തിമ ബിയെ നോക്കിയിട്ട് പോലും കരഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ നിസ്കരിക്കുമോളെ, നിസ്കരിച്ചിട്ട് നീ അള്ളാഹുവിന്റെ ദാരിദ്ര്യത്തിനെ കുറിച്ച് പറമോളെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിലാണ് അടികൊണ്ടത്, കുടുംബത്തിന്റെ പേരിലല്ല. ദീനിന്റെ വിഷയത്തിലാണ് തെറികെട്ടത്, ശരീഅത്തിന്റെ വിഷയത്തിലാണ് തെറികെട്ടത്. ഈ ശരീഅത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അഹോരാത്രം 23 വർഷക്കാലം നാടും കുടുംബവും വിട്ടിട്ട് അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. മദീനക്കാര് പറഞ്ഞില്ലേ, അള്ളാന്റെ റസൂലും മദീനയിൽ വന്നപ്പോ അല്ലാഹത്തിൽ മദീന മുഴുവനും പ്രകാശമായി, പ്രകാശം കൊണ്ട് വ്യാപിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന്, ഈ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയതോടെ ഞങ്ങളുടെ മദീനയുടെ വിളക്ക് അണഞ്ഞുപോയി. നബി തങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ വാരിയിട്ട മണ്ണ് ഞങ്ങളുടെ കൈകളിൽ നിന്ന് കഴുകിക്കളയാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ല, കഴിയുന്നില്ല. സഹാബത്ത് പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ശരീഅത്തിനെ സംരക്ഷിക്കാനല്ലേ, ഈ ശരീഅത്തിനെ നിലനിർത്താനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ശരീഅത്ത് നബി തങ്ങൾ എത്ര ത്യാഗം സഹിച്ച്, സഹാബാക്കൾ ത്യാഗം സഹിച്ച് പാടുപെട്ടത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ സുഖലോലുപരായി കഴിയുന്നത്.
ഉഹദ് യുദ്ധത്തിൽ പോയി, കുടുംബസമേതം ഉഹദ് യുദ്ധത്തിൽ പോയി. ഉഹദ് യുദ്ധത്തില് ഓരോരുത്തർ ഷഹീദാക്കപ്പെട്ട് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നു. ഒരു സഹോദരി ഓടിപ്പോകുന്നു. വെപ്രാളപ്പെട്ട് പോന്ന പോക്കുണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി, അല്ലാഹ് ഖുത്തില അബൂക്കി, എന്റെ വാപ്പ മരിച്ചു കേട്ടോ, ഷഹീദായി. എന്റെ വാപ്പ ഖല്ലീവല്ലി, എന്റെ വാപ്പയെ കുറിച്ച് അന്വേഷിക്കാനല്ല ഞാൻ ഓടിപ്പോകുന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വാപ്പ മരിച്ചുപോയി, പോണ്ട. ഓടി, പിന്നെ ഓടണ്ട. ഖുത്തില സൗജുക്കി, എന്റെ സൗജ് ഭർത്താവ് മരിച്ചുപോയി, ഉഹദിൽ ഷഹീദാക്കപ്പെട്ടു. ഖല്ലീവല്ലി, എനിക്കത് വിഷയമല്ല, എന്റെ ഭർത്താവ് മരിച്ചത്, എന്റെ വാപ്പ മരിച്ചത് എനിക്ക് പ്രശ്നമല്ല. മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു? നബിതങ്ങൾക്ക് എന്ത് സംഭവിച്ചു? പിന്നെ ഓടി എത്തുന്നില്ല, നബിയെ കാണണം, നബിക്ക് എന്ത് സംഭവിച്ചു? ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, പോണ്ട, എന്റെ സഹോദരൻ ഷഹീദാക്കപ്പെട്ടു. എനിക്കെന്റെ സഹോദരൻ ഷഹീദായത് എനിക്ക് വിഷയമല്ല. മാ ഫുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നബിതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ചിന്തിച്ചു നോക്ക് ഹബീബെ, ചിന്തിച്ചു നോക്കി ഹബീബെ. നമ്മുടെ ശരീരത്തിന് എന്ത് കോട്ടം വന്നാലും കുഴപ്പമില്ല, ശരീരത്തിന്റെ സമ്മേളനത്തിന് എന്റെ മോന് പോലും അടി കിട്ടിയോ? ശരീരത്തിന്റെ സമ്മേളനത്തിന് പോയ എന്റെ വാപ്പായെ പിടിച്ചോണ്ട് പോയോ? ശരീരത്തിന്റെ സമ്മേളനത്തിന് പോയ എന്റെ വാപ്പായെ അറസ്റ്റ് ചെയ്തോ? എന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തോ? പള്ളി കമ്മിറ്റി ചേർന്ന് പറയും, നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോയതില്ലേ, വാപ്പായെ പിടിച്ച് എന്റെ മക്കളെയും അറസ്റ്റ് ചെയ്ത്, ഇനി ഞാൻ മാത്രമായി, ഇനി ഞങ്ങൾക്ക് ചെലവിന് ആരുണ്ട്? നിങ്ങളിതാ. ശരീരത്തിനുണ്ടില്ലേ? എന്ത് ശരീരത്ത്? എന്ത് ശരീരത്ത്? മണ്ണാങ്കട്ട ശരീരത്ത്. നിങ്ങൾ എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കി ശരീരത്ത്? ഇവിടെ സഹാബത്ത് എന്താ പറഞ്ഞത്? സഹാബത്ത് എന്താ പറഞ്ഞത്? ആ പെൺമണി എന്താ പറഞ്ഞത്? വാപ്പ പ്രശ്നമല്ല, സഹോദരൻ പ്രശ്നമല്ല, ഭർത്താവ് പ്രശ്നമല്ല, ശരീരത്തിന് വല്ലതും സംഭവിച്ചോ? ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. പെണ്ണുങ്ങളുടെ ഈമാനാ ഞാൻ ഈ പറഞ്ഞിരുന്നത്, പെണ്ണുങ്ങളുടെ ഈമാനാണ്, നമ്മുടെ ഈമാനല്ല. ആ സഹാബത്ത് വനിത പോയിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സമാധാനായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവും വഫാത്തായി ഷഹീദാക്കപ്പെട്ടു, എന്റെ വാപ്പയും ഷഹീദാക്കപ്പെട്ടു, എന്റെ സഹോദരനും ഷഹീദാക്കപ്പെട്ടു. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് ആ മുസീബത്തെല്ലാം മറന്നുപോയി. കുല്ലു മുസീബത്തിൻ ബഅദക ഖുലൽ, എന്നെ കണ്ടതോടുകൂടി എനിക്കതെല്ലാം മറന്നുപോയി. എന്റെ വാപ്പ ഉമ്മയൊക്കെ പോകുന്നൊന്നും എനിക്ക് വിഷയമല്ല, അങ്ങ് ഹയാത്തോടുകൂടി ഉണ്ടല്ലോ, അങ്ങ് ഹയാത്തോടുകൂടി ഉണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. സഹാബാക്കളുടെ ആവേശം അതാണ്. നബിയോടുള്ള മഹബത്താണ് ദീനിനോടുള്ള മഹബത്ത്, ദീനിനോടുള്ള മഹബത്താണ് നബിയോടുള്ള മഹബത്ത്, നബിയോടുള്ള മഹബത്താണ് അള്ളാഹയോടുള്ള മഹബത്ത്. റിസായ ഖുദായ റിസായ മുഹമ്മദ്, അള്ളാഹുവിന്റെ തൃപ്തി മുഹമ്മദ് നബിയുടെ തൃപ്തിയിലാണ്, മുഹമ്മദ് നബിയുടെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയിലാണ്. ഒരു സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മത്തസ്സാഅ, ലോകാവസാനം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമാ അഅദത ലഹ, നീ അതിനു വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പറഞ്ഞു, മാ അഅദതു ലഹ അൻ കസീരി സ്വലാത്തിൻ വലാ സൗമിൻ വലാ സദഖത്തിൻ വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് ഒരുപാട് നിസ്കാരവും നോമ്പും സക്കാത്തും സദഖയും ഒന്നും എന്റെ കൈവശം ഇല്ല, പക്ഷേ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്നു, ബട്ട് ആത്മാർത്ഥതയില്ല. സ്നേഹിക്കുന്നു, ആത്മാർത്ഥതയില്ല, അതാണ് അതിന്റെ അർത്ഥം. സ്നേഹിക്കുന്നു, അതിൽ വഞ്ചന കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പറഞ്ഞ വാക്കതാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് നിസ്കാരവും നോമ്പും സക്കാത്തും സദഖയും ഒന്നും എന്റെ കൈവശം ഇല്ല, പക്ഷെ എനിക്ക് എപ്പോഴും എന്റെ ചിന്ത, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ ഹബീബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂട്ടത്തിൽ നാളെ സ്വർഗ്ഗത്തിലായിരിക്കും. പോരെ, ഈ ഒരു വാക്ക് കിട്ടിയ പോരെ.
ആ ദീനല്ലേ ഇത്? ആ പ്രസ്ഥാനമല്ലേ ഇത്?